5 വർഷത്തിനിടെ 250-ലധികം ബോംബുകളാണ് കണ്ണൂരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഐസ്ക്രീം ബോംബ്, സ്റ്റീൽ ബോംബ്, കെട്ടുബോംബ് എന്നിവയാണ് കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും നിർമ്മിക്കുന്നത്. കുറ്റിക്കാടുകളിലും ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിലുമായി PVC പൈപ്പിനകത്തും മതിൽ തുറന്ന് അറകൾ ഉണ്ടാക്കിയുമൊക്കെയാണ് ബോംബുകൾ സൂക്ഷിക്കുന്നത്. എത്ര നിർവീര്യമാക്കിയാലും പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൂരിലെ നാടൻ ബോംബ്. ചോറ്റുപാത്രങ്ങളിലും ഐസ്ക്രീം ബോളുകളിലും വരെ വെടിമരുന്ന് കുത്തിനിറച്ചു നിർമ്മിക്കുന്ന കണ്ണൂർ ബോംബുകൾ ഇരകളാക്കപ്പെട്ടവരേറെ. അതിൽ രക്തസാക്ഷികളെന്ന് പറയാൻ പോലും അറിയാത്ത അതിഥി തൊഴിലാളികളുണ്ട്. കൈകാലുകൾ നഷ്ടപ്പെട്ടവരിലും കണ്ണ് നഷ്ടപ്പെട്ടവരിലും പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. കണ്ണൂരിൽ എതിരാളികളെ നിർവീര്യമാക്കാൻ മാത്രമല്ല നിശബ്ദരാക്കാനും ബോംബാണ് പ്രധാന ആയുധം. വഴിയിലൂടെ നടന്നോ ബൈക്കിലോ പോകുന്നവരെ ബോംബെറിഞ്ഞു വീഴ്ത്തുക, ആ പുകമറയ്ക്കിടയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യുക, ഇതാണ് രീതി. വിവിധയിടങ്ങളിൽ സംഭരിച്ചിട്ടുള്ള ബോംബുകൾ തീർക്കുന്ന ഭീതി കണ്ണൂരിൽ ചെറുതല്ല. പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ നടന്ന വ്യാപക പരിശോധനകൾ ഫലം കണ്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടിയിൽ നടന്ന സ്ഫോടനം തെളിയിക്കുന്നത്. 1998 മുതലുള്ള കണക്കെടുത്താൽ നിർമ്മാണത്തിനിടെ നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് 10 പേരാണ് കണ്ണൂരിൽ കൊല്ലപ്പെട്ടത്. 2 മാസത്തിനിടെ 23 ബോംബുകളാണ് കണ്ണൂരിൽ പിടിച്ചെടുത്തത്. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബുകൾ കണ്ടെടുക്കുന്നത്. കുറ്റിക്കാടുകളുടെ മറവിലും വീടിന്റെ പരിസരങ്ങളിലും വീട്ടിലും വരെ ബോംബ് നിർമ്മാണം തുടരുകയാണ്. മംഗളൂരു, ബംഗളൂരു, മൈസൂരു, ശിവകാശി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തുന്നുണ്ട്. ഓൺലൈനായും സ്ഫോടക വസ്തുക്കൾ എത്തുന്നു. ചില ക്വാറികളിൽ നിന്നും ഇവർ സ്ഫോടക വസ്തു ശേഖരിക്കുന്നുണ്ട്. ആഘാതവും ശബ്ദവും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരം ചേരുവകൾ ഉപയോഗിക്കുന്നതായും ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ബോംബ് എറിഞ്ഞു എന്ന പരാതിയിൽ പലപ്പോഴും പടക്കമെറിഞ്ഞു എന്നതിനുള്ള IPC 286 വകുപ്പ് പ്രകാരമുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുക. 1000 രൂപ പിഴയോ 6 മാസം തടവോ ലഭിക്കാവുന്നതാണിത്. സ്ഫോടക വസ്തു നിരോധന നിയമം 3, 5 വകുപ്പുകൾ പ്രകാരം സ്ഫോടന കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസ് ചാർജ് ചെയ്യാറുണ്ടെങ്കിലും അവിടെ സാക്ഷികളുടെയും തെളിവിന്റെയും അഭാവം പ്രതികൾക്ക് തുണയാകും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. പാനൂർ, അഞ്ചരക്കണ്ടി, ചക്കരക്കൽ ഇടതടവില്ലാതെ പൊട്ടുകയാണ് കണ്ണൂർ ബോംബുകൾ. വ്യാപക പരിശോധന നടത്തിയിട്ടും പ്രദേശങ്ങൾ അരിച്ചു പെറുക്കിയിട്ടും ബോംബിന്റെ ഒരു തരി പോലും പോലീസിന് കിട്ടുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് കണ്ണൂരിൽ നോക്കാം. കേരള ക്രിമിനൽ ഫയൽസ് കണ്ണൂർ എഡിഷനിലേക്ക് അർജുൻ കല്യാട് എത്തുന്നു. വെൽക്കം ടു വെരി ഗുഡ് ഈവനിങ് അർജുൻ കല്യാട്. എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? ഇത് ഉണ്ടാക്കാതെ പൊട്ടിത്തെറിക്കില്ലല്ലോ. ഉണ്ടാക്കുന്ന ഇടത്തേക്ക് പോലീസിന് എത്താൻ കഴിയാത്തതാണോ അതോ പോകാൻ പേടിച്ചിട്ടാണോ? കണ്ണൂരിലെ ബോംബ് ശേഖരത്തിന്റെ 7 അയലത്ത് പോലും പോലീസിന് എത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് തുടർച്ചയായ രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ തെളിയിക്കുകയും ചെയ്യുന്നത്. പാനൂരിൽ ബോംബ് സ്ഫോടനത്തിന് ശേഷം വ്യാപകമായ പരിശോധന നടത്തുന്നുവെന്നായിരുന്നു പോലീസിന്റെ എല്ലാം അവകാശവാദം. എന്നാൽ കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടി ഈ ചക്കരക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടക്കുന്നത് പോലീസ് പട്രോളിംഗ് നടക്കുന്നതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ പോലീസിൻ്റെ ഒരു പരിശോധനയും പോലീസിൻ്റെ ഇത്തരത്തിലുള്ള പട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഈ ബോംബ് നിർമ്മാണ സംഘങ്ങൾ യാതൊരുവിധ കൂസലും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം ബോധ്യമാക്കുന്നത്. പ്രധാനമായും ഈ സ്റ്റീൽ ബോംബ്, ഐസ്ക്രീം ബോംബ്, അതുപോലെ തന്നെ കടലാസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നാടൻ കെട്ട് ബോംബുകൾ, ഇതിനും ഓരോന്നിനും ഓരോ രീതികളാണ്. അതായത് ഒരാളെ വകവരുത്തണം എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ അതിന് ബോംബ് നിർമ്മാണത്തിന് പ്രത്യേക രീതികളുണ്ട്. അല്ലെങ്കിൽ എതിരാളിയെ ഭയപ്പെടുത്താനുള്ള ബോംബുകൾ ആ രീതിയിലുള്ള ബോംബുകളാണ് നിർമ്മിക്കേണ്ടതെങ്കിൽ അതിനും പ്രത്യേക രീതികളുണ്ട്. അതിന് പുറമെ എതിരാളിയെ പരിക്കേൽപ്പിച്ചുകൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണെങ്കിൽ ഈ ബോംബ് നിർമ്മാണം, സ്റ്റീൽ ബോംബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഐസ്ക്രീം ബോംബ് ആയിക്കോട്ടെ, ഇതിനകത്ത് കുപ്പിച്ചില്ലുകൾ, അതുപോലെ തന്നെ മുള്ളാണികൾ, അതുപോലെ തന്നെ വെള്ളാരങ്കല്ല് തുടങ്ങിയ സാധനങ്ങൾ നിക്ഷേപിച്ച് അതിനോടൊപ്പം തന്നെ വെടിമരുന്നും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോംബുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വളരെ അതിവിദഗ്ധമായിട്ടുള്ള സംഘങ്ങൾ കണ്ണൂരിൻ്റെ പല മേഖലയിലും ഉണ്ടാക്കുന്നു. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം ഒരു കാരണവശാലും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ ബോംബ് നിർമ്മിച്ചവർ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടക്കുന്നു, അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധങ്ങൾ ഉൾപ്പെട്ടുള്ളവർ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും താൽക്കാലികമായി തള്ളിപ്പറയുമെങ്കിലും
അവരെ പരിപൂർണമായും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായും CPM-ഉം BJP-യുമാണ് കണ്ണൂരിലെ ബോംബ് നിർമ്മാണം. കുറച്ചു കാലം മുമ്പ് കോൺഗ്രസും സജീവമായി ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണത്തിലെല്ലാം ഏർപ്പെട്ടിരുന്നുവെങ്കിൽ കൂടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബോംബ് നിർമ്മാണം കുറവാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പിന്തുണയും സഹായവും തന്നെയാണ് കണ്ണൂരിലെ ബോംബ് നിർമ്മാണത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രേരക ശക്തി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുജയ.